നമസ്കാരം സർ. നമസ്തേ. സർ, കെ വി തോമസ് സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലുണ്ടായിരുന്നു. ഇപ്പോൾ LDF സർക്കാരിന് അധികാരം നഷ്ടപ്പെട്ടു, കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിലെ പ്രത്യേക സ്ഥാനം ഇനി കെ വി തോമസിനുണ്ടായില്ല. അദ്ദേഹം എങ്ങനെയും ഡൽഹി തുടരാനും അധികാര സ്ഥാനത്തിരിക്കാനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതായി വാർത്ത വരുന്നുണ്ട്. കെ വി തോമസിന് BJP-യിലേക്കാണോ ലക്ഷ്യം വെക്കുന്നത്? കെ വി തോമസ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഡൽഹിയിലെ വക്താവായി പ്രവർത്തിച്ചത് ആ പാർട്ടിയിൽ ചേർന്നുകൊണ്ടല്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുമായി പിണങ്ങി കണ്ണൂരിലൊരു സമ്മേളനത്തിൽ CPM-ന്റെ ഒരു സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട് പങ്കെടുക്കുകയുണ്ടായി. അത് ശശി തരൂരിനെയും ഇദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ശശി തരൂര് ആ സമ്മേളനത്തിൽ പോകാതെ മാറി നിന്നപ്പോൾ കെ വി തോമസ് അതിൽ പങ്കെടുത്തു. അത് പങ്കെടുത്തത് കേരളത്തിലെ കോൺഗ്രസിന് നയപരമായി സ്വീകാര്യമായില്ല. അവര് കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് അകറ്റി. അതേ തുടർന്ന് അദ്ദേഹം CPM-വുമായിട്ട് അടുക്കുകയും CPM അദ്ദേഹത്തിന് സമ്പത്ത് ഡൽഹിയിൽ കൈകാര്യം ചെയ്തിരുന്ന സംസ്ഥാന പ്രതിനിധി എന്ന പദവി നൽകുകയും ചെയ്തു. ആദ്യ തുടക്കത്തിൽ സമ്പത്തും കെ വി തോമസും ഒരുപോലെ പ്രവർത്തിച്ചു. പിന്നീട് സമ്പത്ത് അതിൽ നിന്ന് പിൻവാങ്ങുകയും കെ വി തോമസ് കേരളത്തിന്റെ ഫുൾ ടൈം പ്രതിനിധിയായി ഡൽഹിയിൽ കേരള ഹൗസിലെ റൂമും മറ്റ് സഞ്ചാര സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയായിരുന്നു. അദ്ദേഹം കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ അവരുടെ സിൽവർ ലൈൻ പദ്ധതിക്ക് വലിയ ജനകീയ വെറുപ്പും എതിർപ്പും വന്നപ്പോൾ അത് ഗവൺമെന്റ് അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. അത് ശ്രീധരനെ കൊണ്ട് അതൊരു പ്രായോഗികമായ ഒരു വഴി ഉണ്ടാക്കാനായിട്ട് കെ വി തോമസ് LDF-ലേക്ക് ശ്രീധരനെ കൊണ്ട് അടുപ്പിക്കുകയുണ്ടായി. അതിനൊരു പ്രായോഗിക വഴി ഉരുത്തിരിഞ്ഞു വരുമെന്ന വാർത്തകളൊക്കെ വന്നിരിക്കെ ഈ സിൽവർ ലൈൻ പദ്ധതി പക്ഷേ കാര്യമായി മുന്നോട്ട് പോയില്ല. ഇന്നിതാ സതീശൻ ഗവൺമെന്റ് ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കെ വി തോമസിന്റെ ഡൽഹിയിലെ പ്രവർത്തനം കൊണ്ട് കാര്യമായി എന്തെങ്കിലും ഒരു എടുത്തു പറയാവുന്ന പദ്ധതിയൊന്നും വന്നിട്ടില്ല. പക്ഷെ കേരള ഗവൺമെന്റിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടുന്നതിനും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കേരളത്തിലെ ധനമന്ത്രിയും ഒക്കെ ആയിട്ട് ആരോഗ്യകരമായ ചർച്ച നടത്തുന്നതിനും ഒക്കെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ കെ വി തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നിമിഷം തന്നെ അദ്ദേഹം കേരളത്തിന്റെ ഔദ്യോഗിക പദവി ഡൽഹിയിലെ ദൗത്യം അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴദ്ദേഹം ഏതെങ്കിലും ഒരു BJP സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ വക്താവായി വരും എന്നാണ് നമ്മൾ വാർത്ത കണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹം അതിനായിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന വിശ്രമ ജീവിതം നയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ വി തോമസ് ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം വരും ദിവസങ്ങളിൽ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണനോടൊപ്പം വിദേശയാത്ര പോകുന്നു എന്നും ആ യാത്രവേളയില് BJP-യുടെ നേതാവ് സുരേഷുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് നമ്മൾ വാർത്തയിൽ വായിച്ചത്. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ചോദ്യമായിരിക്കും പ്രിയൻ എന്നോട് ചോദിച്ചതെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം BJP-യിലേക്ക് പോവുകയാണോ? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എടുത്ത് ചാടാൻ കെ വി തോമസിന്റെ കഴിഞ്ഞ ചരിത്രം അനുവദിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണയും അദ്ദേഹം CPM-ലേക്ക് ഒഫീഷ്യലി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിന് വേണ്ടി ഒരു സർവീസ് ചെയ്യുകയായിരുന്നു. കെ വി തോമസിന് ദീർഘകാലം കോൺഗ്രസിന്റെ മന്ത്രി എന്ന നിലയിൽ ഡൽഹിയിൽ പാർലമെന്റ് അംഗം എന്ന നിലയിലും ഡൽഹിയിലെ വിപുലമായ സൗഹൃദങ്ങളും പരിചയങ്ങളും ഉണ്ട്. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ നിഷ്പ്രയാസം പറ്റും. അവിടുത്തെ സീനിയർ ഓഫീഷ്യൽസും പല മന്ത്രിമാരും മുൻപ് കോൺഗ്രസ് ആയിരുന്നവരാണ്. പിൽക്കാലത്ത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേർന്നവരും ഒക്കെ ഉണ്ട്. ഇവരിലേക്കൊക്കെ അദ്ദേഹത്തിന് എളുപ്പം ചെന്ന് സംസാരിക്കാൻ അവസരമുണ്ട്. അദ്ദേഹത്തിന്റെ ആക്സസിബിലിറ്റി മറ്റു പലരെക്കാളും മെച്ചമാണ്. ആ സൗകര്യം അദ്ദേഹത്തിന്റെ പരിചയവും അനുഭവവും ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളുടെയും ഡൽഹിയിലെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹം ഉടനെ തന്നെ
BJP ചേരുമോ എന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹമാണ് മറുപടി പറയുന്നത്. BJPയിൽ ചേരാതെ തന്നെ ഒരു BJP സംസ്ഥാന ഗവൺമെന്റിന്റെ വക്താവായി ഡൽഹിയിൽ തുടരാൻ പറ്റും എന്നാണ് CPM-ന് വേണ്ടി കേരളത്തിലെ വക്താവായ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ഈ 80 വയസ്സിലെത്താൻ പോകുന്ന ഒരാൾ KV തോമസ് ഇനി BJPയിൽ ചേർന്നിട്ട് അദ്ദേഹത്തിനോ BJPക്കോ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അദ്ദേഹം CPM-ൽ ചേർന്ന് എറണാകുളത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു നമ്മൾ കരുതിയത്. എറണാകുളത്ത് നിയമസഭാ സീറ്റിലേക്ക് LDF-ന് മത്സരിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ അത് വിഷമിച്ച ഘട്ടത്തിൽ പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം നിന്നിരുന്നെങ്കിലും ജയിക്കാനും പോകുന്നില്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പേ അസ്തമിച്ചു. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിന് കോൺഗ്രസിന്റെ AICC നേതൃത്വത്തിനുമെതിരെ അതിശക്തമായ വിമർശനം ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുകയും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മാനിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോ കോൺഗ്രസിലേക്കോ അതുകൊണ്ട് കോൺഗ്രസിനോടുള്ള ആ വൈരാഗ്യം കൊണ്ട് ഓടി അതിന്റെ എതിർ പാർട്ടിയായ BJPയിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴും KV തോമസ് അവകാശപ്പെടുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അംഗത്വം ഉപേക്ഷിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ നിലയ്ക്ക് BJPയിൽ ചേരാതെ തന്നെ പക്ഷെ ഒരു സ്റ്റേറ്റിന്റെ അംബാസഡറായിട്ട് അദ്ദേഹത്തിന് ഡൽഹിയിൽ പ്രവർത്തിക്കാൻ ഒരു ദൗത്യം എന്ന നിലയിൽ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ സർവാത്മന സ്വീകരിച്ചേക്കും. അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ് ഇവിടെ പിണറായി ഗവൺമെന്റ് ചെയ്തതുപോലെ അദ്ദേഹത്തിന് ഒരു മിഷൻ ഡൽഹിയിൽ കൊടുക്കും എങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കും. അതിനുള്ള സാധ്യത ആരായാനാണോ അദ്ദേഹം ഡൽഹിയിലേക്ക് ഇപ്പോൾ പോയതും ഇനി ഉപരാഷ്ട്രപതിയൊത്ത് ഒരു വിദേശയാത്ര നടത്തുന്നതും എന്ന് നമ്മൾ കണ്ടറിയെത്തി. ഏതായാലും ഒരു BJPയിലേക്കുള്ള കൂടുമാറ്റം ആയില്ലെങ്കിൽ കൂടിയും BJP സർക്കാരിന് ഒപ്പത്തിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും KV തോമസ് അന്വേഷിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാല്ലേ സർ? അല്ല, BJPയെ അദ്ദേഹം എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ശേഷിയെയും കുറിച്ച് വാചാലനായി പ്രശംസിക്കുന്ന ഒരു നേതാവാണ് KV തോമസ്. അദ്ദേഹം റിയലിസ്റ്റിക് ആണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് തന്നെ ഞാൻ വസ്തുതകളായി കാണുന്നു. നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കും. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പരാജയമാണ്. നരേന്ദ്രമോദിക്ക് ഒട്ടും ബദലല്ല രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്നുള്ള ഒരു നേതാവും നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ പറ്റിയതല്ല. അതുകൊണ്ടാണ് അടിക്കടി കോൺഗ്രസിന് ദേശീയ തലത്തിൽ തോൽവി നേരിടേണ്ടി വരുന്നത്. വീണ്ടും കോൺഗ്രസ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നു ലീഗിന്റെയും മൈനോറിറ്റി കൺസോൾട്ടേഷനിലൂടെ അധികാരത്തിൽ വന്നു, 102 സീറ്റിൽ ജയിച്ചു, സതീശൻ ഗവൺമെന്റ് ഭരണത്തിൽ വന്നു എന്നതൊക്കെ ശരി തന്നെ. എങ്കിലും കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് ലീഗിന് മുന്നിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇത് കീഴടങ്ങൽ 1 ആണോ 2 ആണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഇനി അതുപോലെ എന്തെല്ലാം ഇനി കാണാനിരിക്കും. ഫിഷറീസ് വകുപ്പിന് ലീഗിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുക്കുക വഴി ലാറ്റിൻ സഭ ഓപ്പണായിട്ട് തന്നെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. അത് അപ്പീസ് ചെയ്യാനായിട്ട് 2 മന്ത്രിമാർ CP ജോണും K മുരളീധരനും ലത്തീൻ സഭയിലെ ബിഷപ്പിനെ കാണാനായിട്ട് നേരിട്ട് പോയിരിക്കുന്നു. അപ്പൊ KV തോമസിന്റെ കാര്യത്തിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഒരിക്കലും കോൺഗ്രസ്. കാരണം കോൺഗ്രസിൽ ഇന്ന് KV തോമസിനെ ആക്ഷേപിക്കുന്നവരാണ് എറണാകുളത്തടക്കം. അദ്ദേഹത്തിന്റെ പഴയ അനുയായികളടക്കം അദ്ദേഹത്തിനെ കുപ്രസിദ്ധമായ ഒരു നിക്ക് നെയിമിൽ വിളിക്കുന്നവരാണ് പരസ്യമായി പോലും. അപ്പൊ അതുകൊണ്ട് KV തോമസിനെ കോൺഗ്രസ് ഇനി സംസ്ഥാനത്തെ കോൺഗ്രസ് ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. പക്ഷെ സോണിയാഗാന്ധിക്ക് അദ്ദേഹത്തോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് KV തോമസ് അവകാശപ്പെടുന്നുണ്ട്.
അതിന് ഇനി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തിന്റെ മടങ്ങി വരവിന് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പരാജയവുമല്ല. കാരണം അദ്ദേഹത്തെ കേരളത്തിലെയോ കേരളത്തിന് പുറത്തെയോ ഒരു കോൺഗ്രസ്സുകാരും അംഗീകരിക്കില്ല. തീർച്ചയായും വളരെയധികം നന്ദി സാർ.